ഇന്ന് നമ്മൾ നാടൻ നെയ്യപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അരി വെള്ളം ചേർത്ത് അരച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പച്ചരി ഒരു 1.5 കപ്പോളം അളന്നെടുത്തിട്ടുണ്ട്. സാധാരണ പച്ചരിയാണ് കേട്ടോ. ഇതൊരു 4 മണിക്കൂർ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തി വയ്ക്കണം. അപ്പോൾ ഇനി 4 മണിക്കൂർ ആവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ശർക്കര ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ച് ശർക്കര ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അച്ച് എണ്ണിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 7 അച്ച് എടുത്തിട്ടുണ്ട്. 3/4 കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാറി നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മുടെ അരി ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ശർക്കരയും അതുപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നമുക്ക് അരച്ചെടുക്കാം. 1/2 കപ്പോളം ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ചോറെടുത്താൽ നല്ല സോഫ്റ്റ് നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ പച്ചരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരമാണ് അരച്ചെടുക്കുന്നത്. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഉച്ചയ്ക്കിട്ട് വയ്ക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്കായുടെ കുരു മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. 1/4 സ്പൂണോളം ജീരകം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുക്കുന്നത് നമ്മൾ ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. നന്നായി ചൂടാറിയ ശേഷം ഇത് 3/4 ഭാഗം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കരുത്. ഇതിൽ കുറച്ച് തരി വേണം. അഥവാ ഇത് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 സ്പൂണോളം റവ ഇതിൽ ചേർത്ത് കൊടുത്താലും മതി. വളരെ ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു തവണ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അരി മുഴുവനായിട്ടും നമ്മൾ അരച്ചെടുത്തതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ട് കേട്ടോ. പുട്ടിൻ്റെ തരി പോലെ കുറച്ച് തരി വേണം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടി പോവുക അരഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റവ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ശർക്കര ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അരച്ചെടുത്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിത് 1-2 തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു രീതിയാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ച് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മളിതിൽ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പുളിക്കാൻ വെക്കുന്ന പോലെ നമ്മളിത് അടച്ച് വെക്കണം. ഒരു രാത്രി മുഴുവനും ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇനി പിറ്റേ ദിവസം നേരത്തെ തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ ഇത് അടച്ച് വെച്ച് ഒരു രാത്രി മുഴുവനും നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം നേരത്തെ തന്നെ ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പൊങ്ങി വരുമൊന്നും വേണ്ട. ഉണ്ണിയപ്പത്തിന് അരച്ച് വെക്കുന്ന പോലെയൊന്നും വേണ്ട കേട്ടോ. ഇത് നല്ല കറക്റ്റായിട്ടാണുള്ളത്. അഥവാ ലൂസായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. ഇത് തുടക്കക്കാർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം. അഥവാ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ റവ 1-2 സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എള്ള് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിത് രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് തന്നെ. എന്നാലും പിന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അത്ര വലിയൊരു ടെൻഷനൊന്നുമില്ല. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതൊക്കെ പോലെ തന്നെയാണ്. അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എണ്ണ ഞാൻ പഴയ ഒരു വെള്ളയപ്പ ചട്ടിയാണ് ഇത് കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്ന കടായി ഇല്ല. അടിക്കാനുള്ള അങ്ങനത്തെ ഒരു കടായി ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വെള്ളയപ്പ ചട്ടിയാണെങ്കിലും ഏത് ചട്ടിയാണെങ്കിലും ഈ ഒരു ഷേപ്പിലുള്ളതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ തവിയെടുത്ത് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചൂട് കൂടാനും പാടില്ല, ചൂട് കുറയാനും പാടില്ല. അങ്ങനെയുള്ള ആ ഒരു ലെവലിൽ നിർത്തണം. അപ്പോഴാണ് ഇത് ശരിക്കും ഇങ്ങനെ ആയി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒന്നും കടായി ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്ര അടിക്കനൊന്നും ഈ വെള്ളയപ്പ ചട്ടിക്ക് ഇല്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത് പൊങ്ങി വരണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇത് ഒരു സൈഡ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുന്നേ എണ്ണ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ
ഇതിൻ്റെ മേലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നാൽ അതിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആയി വരുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറു സൈഡും കൂടെ നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുതെന്ന് പറയുന്നത്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് മറച്ചിടാം. ഒരു സൈഡ് ഇപ്പം മുഴുവനും ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലെ ഓണമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാറ്. ഇനി ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ കറുത്ത കളറിലുള്ള കടായൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണത്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഉണ്ടാക്കിയെടുക്കുന്ന പോലെയല്ല, ഇതിൽ അത്യാവശ്യം നല്ല തരി വേണം. എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ ഇതുപോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കി ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി വരികയും വേണം. അതിനാണ് രാത്രി മുഴുവനും ഇതുപോലെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ മൈദയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യപ്പം മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എത്ര ദിവസം ഇരുന്നാലും അങ്ങനെ നാശമാവുന്നൊന്നുമില്ല കേട്ടോ. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.